ആരുടെ കഴുത്തിൽ വരണമാല്യം ചാർത്തും എന്നാണോ ചിന്തിക്കുന്നത്? ഏയ്, അതൊക്കെ പിതാശ്രീയും ഇളയമ്മയും തീരുമാനിക്കുന്ന കാര്യമാണ്. അങ്ങനെയല്ല രൂപവതി. രൂപ, നീയും നമ്മെ പോലെ സ്വന്തം ജീവിതം തകർക്കരുത്. മനസ്സിലായോ? നമ്മെ പോലെയുള്ള പെൺകുട്ടികൾ നമുക്ക് പ്രിയപ്പെട്ട പുരുഷനെ സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്. അതൊക്കെ പോട്ടെ, നീ നമ്മോട് ഇത് പറയൂ. സത്യസന്ധമായി പറയണം. നിനക്കാരെങ്കിലും ഇഷ്ടമാണോ? ഏയ്, അക്കാര്യത്തിനൊന്നും നമ്മുടെ പക്കൽ സമയമില്ലല്ലോ. ഇപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത്? ഇവർ ഇരുവരും നമ്മളുടെ സമീപത്ത് തന്നെയാണല്ലോ. എന്നാൽ നമ്മുടെ രാജകുമാരി ഇപ്പോൾ എന്താണ് സംസാരിക്കുന്നത്? നമുക്ക് യാതൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? ഒന്നാമത് ആവശ്യത്തിന് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. അതുപോലെ ഈ ശബ്ദം എവിടെ നിന്നാണ്? ആർക്കറിയാം? മനസ്സിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാൽ ഒരു കാര്യം അറിയാം. എന്തുകൊണ്ടോ ആ മനുഷ്യനെ കണ്ടപ്പോ വർഷങ്ങളായി നമുക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുപോലെ അനുഭവപ്പെട്ടു. നിനക്കറിയോ, നമുക്ക് പ്രിയപ്പെട്ട ആരെയോ പോലെ. ഞങ്ങൾ നേർവഴിക്ക് സഞ്ചരിക്കുന്നവരും അധ്വാനിച്ച് ജീവിക്കുന്നവരും അതിലൂടെ വിശപ്പകറ്റുന്നവരുമാണ്. മോഷണം നടത്തി ഒരിക്കലും ഞങ്ങൾ വിശപ്പകറ്റാറില്ല. അല്ല, നിനക്കറിയാമോ, നാം അയാളെ കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണെന്നറിയില്ല വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തുണ്ടായി? എന്ത് സംഭവം? അതായത് ഒരു സ്വപ്നം. പിതാശ്രീ! അതിനുശേഷം എന്ത് സംഭവിച്ചെന്നോ നിനക്കറിയോ? കൊട്ടാരത്തിൽ ഒരാൾ പിതാശ്രീയെ വധിക്കാൻ വന്നിരുന്നു. അയാളും ഏകദേശം വൈദ്യരെ പോലെ ഉണ്ടായിരുന്നു. അവന്റെ ആ വന്യമായ മുഖം കാണുമ്പോൾ അവനൊരു വൈദ്യനാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. മറ്റൊന്നുകൂടിയുണ്ട്. പിന്നീട് നാം അയാളുടെ ഭവനത്തിലേക്ക് പോയിരുന്നു. അപ്പോഴവിടെ മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചു. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാം. ആ ചെറുപ്പക്കാരനെ കണ്ടതിനു ശേഷം അനുജൻ പൂർണ്ണമായി മാറിപ്പോയി. നീ ഇപ്പോൾ നമ്മോട് പലതും പറഞ്ഞു. ആ ചെറുപ്പക്കാരന് ഈ സംഭവങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊരു ധാരണയുമില്ല. എന്നാൽ രൂപ, അഥവാ ഏതെങ്കിലും ഒരു വൈദ്യനുമായി നിനക്കൊരു ബന്ധമുണ്ടായാൽ ഈ രാജകൊട്ടാരത്തിൽ നിന്റെ ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ആളിനെ നാം സ്വയം കണ്ടെത്തണമെന്ന്? അത് തന്നെയാണ് പറയുന്നത്. നോക്കൂ, ഇത് ആകർഷണമായാലും സ്നേഹമായാലും ഇനി എന്ത് പേര് പറഞ്ഞാലും അത് ആരെങ്കിലും ആശ്രയിച്ചു നിന്നാൽ ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. ഇനി ആ വ്യക്തി ശരിയാണെന്ന് നിനക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അയാളെ നേടുന്നതിനായി നീ സ്വയം പോരാടേണ്ടി വരും. എന്നാൽ അഥവാ ആ വൈദ്യൻ ശരിക്കും നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുത്തുകയാണെങ്കിലോ? ആപത്ത്? അതും ആ വൈദ്യൻ? ഒരിക്കലുമില്ല രൂപ. നിനക്ക് നാശം വരുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല.
ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കുടുംബത്തിലെ ആളുകൾ തന്നെയായിരിക്കും. നമ്മുടെ ബന്ധുക്കളോ?